So hi all, welcome back to Xylem Learning. It's me your AK. നോക്കടാ, നമ്മുടെ ഒരു എക്സാം അഭിമുഖീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പറഞ്ഞുതരാം. വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ നാളെ നമുക്ക് എക്സാം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് കിട്ടും 7:30 ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമായിട്ട് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. നിങ്ങൾ വന്ന് ലൈവ് കണ്ട് നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതാം. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയെന്ന് വഴിയെ പറയാം. സോ കൃത്യമായിട്ട് വായിക്കാം. എന്താണ് ചോദ്യം? ഇവിടെ ഒരു പെൻസിൽ ഉണ്ട്, അതിന് ചുറ്റും ഒരുപാട് ചുറ്റുകളുണ്ട്. ആ ചുറ്റുകൾ നമ്മൾ എത്രയൊക്കെ അളന്നെടുത്തിട്ടുണ്ട് അല്ലെ. സോ ഒരു പെൻസിലിന് ചുറ്റും 10 ചുറ്റുകളുണ്ടെന്ന് പറയുന്നു. ആ ചുറ്റുകളുടെ ആകെ നീളം 25 മില്ലിമീറ്റർ ആണ്. എത്രയാണ്? 25 മില്ലിമീറ്റർ ആണ്. 10 turns of wire are closely wound around a pencil are shown in the figure. When measured using a scale as shown, the length of total turns is obtained as 25 millimeter. എന്താ ചോദ്യം? ഒരു ചുറ്റിന്റെ വീതി എത്ര എന്നാണ് ചോദ്യം. തിക്നെസ് ഓഫ് 1 turn അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന വാല്യൂ ഇവിടെ തീർച്ചയായിട്ടും മില്ലിമീറ്ററിലായിരിക്കും. അതിനെന്ത് ചെയ്യണം? സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഈ ഒറ്റ ചോദ്യത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. റെഡി ആണല്ലോ? സോ ചോദ്യം വ്യക്തമായി ഒന്നുകൂടി വായിക്കാം. നിങ്ങൾ രണ്ട് കാര്യങ്ങളൂടെ മനസ്സിലാക്കി വെക്കണം. ഇവിടെ നമ്മൾ അളന്നെടുക്കുന്ന ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അതായത് നമ്മൾ മെഷർ ചെയ്യുന്നൊരു വാല്യൂ ഉണ്ട്. കൂടാതെ ഓൾറെഡി ഗിവൺ ആയ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഓൾറെഡി അങ്ങനെയാണത്. ആ വാല്യൂ ഏതാണ്? ഇവിടെ 10 ചുറ്റുകൾ ഉണ്ട്. അത് ഓൾറെഡി ഉള്ള വാല്യൂ ആണ്. അത് ഗിവൺ വാല്യൂ ആണ്, തന്നിരിക്കുന്ന വിലയാണ്. ശരിയല്ലേ? ഇനി എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് അളന്നെടുത്തിട്ടുണ്ട്. നമ്മൾ അളന്നതാണത്. അതെന്താണ്? അത് മെഷേർഡ് വാല്യൂ ആണ്, അളന്നെടുത്ത വിലയാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അളന്നെടുക്കുന്ന വില കൊണ്ട് തന്നിരിക്കുന്ന വിലയെ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. സോ വി ഷുഡ് ഡിവൈഡ് ദ മെഷേർഡ് വാല്യൂ വിത്ത് ഗിവൺ വാല്യൂ. അപ്പോ കാര്യം കിട്ടിയല്ലോ. സോ നമുക്ക് എന്ത് കിട്ടും? ഞാൻ ഇവിടെ ചെയ്യട്ടെ. തിക്നെസ് ഇതാണ്. തിക്നെസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? മെഷേർഡ് വാല്യൂ ബൈ ഗിവൺ വാല്യൂ. അതായത് അളന്നെടുക്കുന്ന വിലയെ നമ്മൾ തന്നിരിക്കുന്ന വില കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? നിങ്ങൾ എന്നെ പറഞ്ഞോ, നമ്മൾ മെഷർ ചെയ്ത വാല്യൂ എത്രയാണ്? 25 മില്ലിമീറ്റർ ആണ്. അപ്പൊ 25 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ ആണ് ചെയ്യുക. മില്ലിമീറ്റർ എഴുതേണ്ട കാര്യമല്ല. സോ 25 ബൈ എത്രയാണ്? ഗിവൺ വാല്യൂ 10 ആണ്. അപ്പൊ 25/10 നമുക്ക് എത്ര കിട്ടും? 2.5 മില്ലിമീറ്റർ എന്നാണ് കിട്ടുന്നത്. ഇനി എന്താ അടുത്ത ചോദ്യം? ഈ 2.5 മില്ലിമീറ്റർ എന്ത് ചെയ്യണം? 2.5 മില്ലിമീറ്റർ എന്താക്കി മാറ്റണം? സെന്റിമീറ്റർ ആക്കി മാറ്റണം. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിക്ക് അറിയാവുന്നതാണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞാണ്. ഇനി അറിയാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ വാല്യൂവും സെന്റിമീറ്റർ വലിയ വാല്യൂ ആണ്. ശരിയല്ലേ? ചെറിയ വാല്യൂ ആണ് മില്ലിമീറ്റർ, വലുതാണെന്ത്? മില്ലിമീറ്റർ. സെന്റിമീറ്റർ. അപ്പൊ ഞാൻ ഒരു ട്രിക്ക് പണ്ട് പഠിപ്പിച്ചിരുന്നു. നോക്കൂ, എനിക്ക് വലിയ വാല്യൂവിനെ ചെറിയ വാല്യൂ ആക്കണമെന്ന് വിചാരിക്കും. അതായത് സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കണം എന്ന് വിചാരിക്കും. വലിയ വാല്യൂ ആണ് സെന്റിമീറ്റർ, ചെറിയ വാല്യൂ ആണ് മില്ലിമീറ്റർ. അങ്ങനെ ആക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണം? ഞാൻ ഗുണിക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? നോക്കൂ, ഇവിടെ സെന്റിമീറ്റർ ആണ് വലുത്, മില്ലിമീറ്റർ ആണ് ചെറുത്. അപ്പൊ നമ്മൾ നോക്കണം എത്ര മില്ലിമീറ്റർ ആണ് സെന്റിമീറ്റർ എന്ന്. അപ്പൊ നമ്മൾ പറയും 10 മില്ലിമീറ്റർ ഒരു സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 10 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. എന്താണ്? ചെറുതിനെ വലുതാക്കുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ട്രിക്ക് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ വാ ചെകൂന്ന് പഠിക്കാൻ പറഞ്ഞു അല്ലെ. വാ ചെകൂന്ന് പഠിക്കാൻ പറഞ്ഞു. ശരിയാണല്ലോ? സോ വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണം. അപ്പൊ എന്തായിരിക്കും ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ ചെറുതിനെ വലുതാക്കല്ലേ വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെറുതിനെ വലുതാക്കാൻ ഹരിക്കണം. ഡിവിഷൻ. ഓക്കെ, ആ ട്രിക്ക് പഠിച്ചു വെക്കുക. ചെറുതിനെ വലുതാക്കാൻ ഹരിക്കണം. എത്ര കൊണ്ട് ഹരിക്കണം? 10 കൊണ്ട്. ഇവരുടെ ബേസ് വാല്യൂ 10 ആണല്ലോ. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2.5 മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കി എന്ത് ചെയ്യണം? 10 കൊണ്ട് ഹരിക്കണം. ക്ലിയർ ആണോ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു 0 കൊണ്ട് നമ്മൾ ഡിവൈഡ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഒരു സ്ഥാനം ഇടത്തോട്ടേക്ക് മാറ്റി കുത്തിട്ടാൽ മതി മക്കളെ. അതെല്ലാവർക്കും അറിയേണ്ടതാണ്.
അറിഞ്ഞിരിക്കണം. ഒന്നുകൂടി ഞാൻ പറയാണ്, ഒരു 0 കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഹരിക്കൊന്നും വേണ്ട, ട്രിക്കായിട്ട് ഒരു സ്ഥാനം ഇടത്തോട്ടേക്ക് മാറ്റി കുത്തിട്ടാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടും 0.25 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ നിങ്ങൾക്കൊരു കാര്യം അറിയാം, 2.5 നമ്മൾ 10 കൊണ്ട് ഗുണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഒരു സ്ഥാനം വലത്തോട്ടേക്ക് മാറ്റി കുത്തിടുക. അപ്പൊ നമുക്ക് 25 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഡിവൈഡ് ചെയ്യണം എന്താണ്? ഇടത്തോട്ടേക്ക് മാറ്റി കുത്തിട്ടാൽ മതി. സെറ്റ് ആണല്ലോ. സോ ഇതൊരു ടൈപ്പാണ്. ഇതേപോലെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് വരിക കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമ്മുടെ കയ്യിലൊരു സയൻസ് ഡയറി ഉണ്ട്, അതിൽ 100 പേജുകൾ ഉണ്ട്. ഓൾറെഡി തന്നു, അത് 100 പേജുകൾ ഉണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ടടാ, അല്ലേ? ഇനി നമ്മൾ ചെയ്തത് അത് അളന്ന് നോക്കിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1.2 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് അതിന്റെ തിക്നെസ്, അല്ലേ? ആ ഒരു സയൻസ് ഡയറിന്റെ തിക്നെസ് എത്ര കിട്ടി? 1.2 സെന്റിമീറ്റർ കിട്ടി. ഞാനിവിടെ കാണിച്ചു തരാം. ഇതേപോലെ ഒരുപാട് പേജുകളുള്ള ഒരു സയൻസ് ഡയറിയാണ്. ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? നേരെ അളന്ന് നോക്കിയപ്പോൾ എനിക്ക് എത്ര കിട്ടി? 1.1 കിട്ടി. അതായത് നമ്പർ ഓഫ് പേപ്പർ അപ്പം 100 ആണ്. 100 പേജുകളുണ്ട്. ഹൈറ്റ് ഓഫ് ദ പേപ്പർ ബണ്ടിൽ എത്രയാണ്? അത് 1.2 സെന്റിമീറ്റർ ആണ്. ശരിയല്ലേ? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഒരു പേജിന്റെ കനമാണ് കണ്ടുപിടിക്കുന്നത്. ഫൈൻഡ് ദ തിക്നെസ് ഓഫ് എ പേപ്പർ ഇൻ സിംഗിൾ പേപ്പർ ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് മെഷേർഡ് വാല്യൂ അതേതാണ്? 1.2 സെന്റിമീറ്റർ ആണ്, അല്ലേ? ഇതാ ഹൈറ്റ് ആണ് എന്ത്? മെഷേർഡ് വാല്യൂ. അതിനെ ടോട്ടൽ നമ്പർ ഓഫ് പേപ്പർ തന്നിരിക്കുന്ന വില കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇങ്ങനെ കിട്ടും. 1.2 ആണ് ഹൈറ്റ്. അതിനെന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, എന്താ ചെയ്യേണ്ടത്? ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു 0 കൊണ്ട് നമ്മൾ ഹരിക്കുക, ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം ഇങ്ങോട്ടേക്ക് മാറ്റി കുത്തിട്ടാ മതി. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടും 0.12 ഡിവൈഡഡ് ബൈ 10. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ 0 കൊണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പോ ഒരു സ്ഥാനം ഇങ്ങോട്ടേക്ക് മാറ്റി കുത്തിയിടാം. അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടുക? നമുക്ക് ഉത്തരം കിട്ടും 0.012 സെന്റിമീറ്റർ. ക്ലിയർ ആണോ? ഒറ്റയടിക്ക് എന്ത് ചെയ്യാട്ടോ? ഇങ്ങനെ ചെയ്യാം. 1.2/100 എന്ന് പറഞ്ഞാല് ആദ്യം ഒരു 0 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറ്റി ഇവിടെ കുത്തിടാം. ഒരു 0 കൂടി വെട്ടുമ്പോൾ ഒരു സ്ഥാനം കൂടി മാറ്റി ഇങ്ങോട്ട് കുത്തിടാം. അപ്പൊ ഈ സ്ഥാനം ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ആഡ് ചെയ്യണം. അപ്പൊ പോയിന്റ് ഇവിടെയാണ്. എത്ര കിട്ടി? 0.012 സെന്റിമീറ്റർ. മക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് ഉറപ്പായിട്ടും എക്സാമിന് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ അളന്നെടുക്കുന്ന വിലയെ തന്നിരിക്കുന്ന വില കൊണ്ടാണ്, മെഷേർഡ് വാല്യൂവിനെ ഗിവൺ വാല്യൂ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. എന്നിട്ട് സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാനോ അല്ലെങ്കിൽ മീറ്ററിനെ വേറെ ഇതിലേക്ക് മാറ്റാനോ ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇന്ന് വൈകുന്നേരം നമ്മൾ കാണാൻ പോകുന്നത് കൃത്യം 7:30 എല്ലാവരും വരികയും വേണം, ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? സോ വൈകുന്നേരം കാണാം. ബൈ.